ഹലോ ഡിയേഴ്സ്, കൈലാസ് മഷ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മഷ്റൂം പായസമാണ്. അതിനുവേണ്ടി ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്, ചിപ്പിക്കൂൺ. പായസം തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ആദ്യമായി മഷ്റൂം 300 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 300 ഗ്രാം പഞ്ചസാര, നെയ്യ് 50 ഗ്രാം, പിന്നെ വറുത്തിടുന്നതിന് വേണ്ടി തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ അതിൻ്റെ ആവശ്യമുള്ളത് കോൺഫ്ലവറാണ്, പിന്നെ 1.5 ലിറ്റർ പാലാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മഷ്റൂം ബ്ലാഞ്ച് ചെയ്തെടുക്കണം. മഷ്റൂം ബ്ലാഞ്ച് ചെയ്ത് അത് വെള്ളം കളഞ്ഞിട്ട് നല്ല മുറുക്കി പിഴിഞ്ഞ് തുറന്നാക്കിയെടുക്കണം. അത് നമുക്ക് തുടങ്ങാം. മഷ്റൂം 3 മിനിറ്റായി ബ്ലാഞ്ച് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കതിനെ എടുത്ത് ഒരു പാത്രത്തിനകത്ത് ഇട്ട് വയ്ക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതിനെ മുറുക്കി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം മൊത്തം തോർത്തിയെടുത്തിട്ട് തുറന്നാക്കിയെടുക്കണം. മഷ്റൂം ബ്ലാഞ്ച് ചെയ്തതാണ് ഇത്. 300 ഗ്രാം മഷ്റൂമാണ്. ബ്ലാഞ്ച് ചെയ്തതിന് ശേഷം ഇത്രേ കാണും. ബ്ലാഞ്ച് ചെയ്ത് വെള്ളമെല്ലാം തോർത്തിയെടുത്തിട്ട് നല്ല തുറന്നാക്കി വെച്ചേക്കുന്നതാണ്. പായസം ഉണ്ടാക്കുന്നതിനേക്ക് തുടങ്ങാം. ആദ്യമായി ഉരുളി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ചൂടായി. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്ത് കോരണം. അതിനായി ആദ്യമായി തേങ്ങാക്കൊത്ത്, വറുത്ത് കോരാണ്. അടുത്തതായി അണ്ടിപ്പരിപ്പ്, കിസ്മസ് ഇടുന്നു. കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബ്ലാഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇടണം. മഷ്റൂം നെയ്യിൽ കിടന്ന് നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് കൂണിനകത്തൊക്കെ പഞ്ചസാര പിടിക്കണം. പഞ്ചസാര നല്ല അലിഞ്ഞിട്ട് കാരമലൈസ് ആവണം. അതിന് ശേഷമാണ് നമുക്ക് പാലൊഴിക്കേണ്ടത്. അപ്പം പഞ്ചസാര അലിയുന്നവരെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. അലിഞ്ഞ് കൂണിനകത്തൊക്കെ പഞ്ചസാര നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല, വെറും പാലാണ്. 1.5 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. കുറച്ച് പാല് നമുക്ക് മാറ്റി വയ്ക്കണം. അതിന് ആവശ്യമുണ്ട്, അത് അവസാനം പറയാം. പായസം കുറുകി വന്നിട്ടുണ്ട്. പാല് നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോൺഫ്ലവർ പാലിൽ കലക്കി ഒഴിക്കണം. സാധാരണ പായസങ്ങൾക്കൊക്കെ ചവ്വരി ചേർക്കും, ഇതിൽ ചവ്വരി ചേർക്കില്ല. അപ്പോൾ ഇതിന് തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് നല്ല കട്ടി കിട്ടും. പായസം കുറുകി നല്ല തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. അവസാനമായിട്ട് നമുക്കിതിൽ ഇതെല്ലാം ചേർത്തിട്ടാണ് ഇനി അവസാനമായിട്ട് ഏലക്കാപ്പൊടി ചേർക്കണം. ഏലക്കാപ്പൊടി ചേർത്തു. പായസം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാം, എങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ആവശ്യമാണെങ്കിൽ മതി. ഇനി അവസാനമായിട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് ഇത് വാങ്ങാം. നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം പായസം റെഡിയായിട്ടുണ്ട്.
ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.